മിമിക്രിയിലൂടെയാണ് സലിം കുമാർ സിനിമയിലെത്തുന്നത്. വളരെ കാലം കൊമേഡിയനായി നിറഞ്ഞു നിന്ന താരം പതുക്കെ ക്യാരക്ടർ റോളിലേക്ക് തിരിഞ്ഞു. 2005 റിലീസായ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി സലിം കുമാർ. ആദാമിൻ്റെ മകൻ അബുവിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സലിം കുമാറിനെ തേടിയെത്തി. ഷാഫിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ മിക്ക ചിത്രങ്ങളുടെയും ഭാഗമായിരുന്നു സലിം കുമാർ. ചട്ടമ്പിനാട്, വൺമാൻ ഷോ, മായാവി, കല്യാണരാമൻ തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തു അദ്ദേഹം. മമ്മൂട്ടിയെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് മായാവി. 2007 പുറത്തിറങ്ങിയ ചിത്രം. മായാവിയിലെ കണ്ണൻ സ്രാങ്ക് എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. നായകനോളം പ്രാധാന്യമുള്ള കൊമേഡിയൻ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണൻ സ്രാങ്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. ട്രോളുകളായി, മീമുകളായി. ചിത്രത്തിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച ഡയലോഗിലൊന്നായിരുന്നു ബാ ബാല എന്നത്. അതിനെക്കുറിച്ച് സലിം കുമാർ പറയുന്നത് ഇങ്ങനെ: മായാവിയിൽ ഞാനും മനോജ് കെ ജയനും സായികുമാറും സംസാരിക്കുന്ന സീനുണ്ടല്ലോ, അതിൽ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അവർ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പേര് തപ്പി ബുദ്ധിമുട്ടണ്ട, ബാ ബാല എന്ന് പറയുന്നുണ്ട്. ആ സീൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫിലിം തീർന്നു. ഷാഫി അത് ശ്രദ്ധിച്ചതാകട്ടെ എഡിറ്റ് ചെയ്യുന്ന സമയത്തും. പുള്ളി എന്നെ വിളിച്ചിട്ട് ഈ സീൻ മുഴുവനില്ല സലീമേ, പക്ഷേ എനിക്കത് കളയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെയാ, നല്ല സീനാണെങ്കിൽ അങ്ങനെ കളയില്ല. അവസാനം അത് സിനിമയിൽ വെച്ചു. തിയേറ്ററിൽ അതിന് നല്ല കയ്യടിയായിരുന്നു. ഇപ്പോഴും ആ സീൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അടുത്ത ഷോട്ടിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എൻ്റെ ഡയലോഗ് കംപ്ലീറ്റ് ആവുന്നത്, സലിം കുമാർ പറയുന്നു.